അമേരിക്ക ഏതാണ്ട് ഷട്ട് ഡൗണിലാണ് എന്നതാണ്. സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി പാസ്സാക്കാനാകാതെ വന്നതോടെയാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുക. 5 ലക്ഷത്തോളം പേരെയാണ് ഇത് നേരിട്ട് ബാധിക്കുക. ധന അനുമതി പാസ്സാക്കാനാകാതെ വന്നതോടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത അവധിയിൽ പോകേണ്ടി വരികയാണ്. സെനറ്റിൽ അവസാനവട്ട വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് സമവായത്തിൽ എത്താനായില്ല. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. ഇത് അംഗീകരിച്ചില്ല വൈറ്റ് ഹൗസ്. അതിനെ തുടർന്നാണ് ഈ ബില്ല് പാസ്സാവാതെ പോയത്. 5 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന സ്ഥിതിയിലാണെന്ന് പറഞ്ഞല്ലോ. ഇത് താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഇത് പെട്ടെന്ന് ഉണ്ടായ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രംപ് അധികാരത്തിലേറിയത് മുതൽ തന്നെ അദ്ദേഹം പല വകുപ്പുകളും വെട്ടിച്ചുരുക്കിയിരുന്നു. ആ വെട്ടിച്ചുരുക്കലിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാണ് ആരോഗ്യ പരിരക്ഷാ ബില്ല്. ആരോഗ്യ പരിരക്ഷാ പദ്ധതി അത് തുടരേണ്ടതില്ല എന്ന ട്രംപിൻ്റെ തീരുമാനമാണ് ഡെമോക്രാറ്റുകളെ ചൊടിപ്പിച്ചത്. അത് പുനഃസ്ഥാപിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും റിപ്പബ്ലിക്കൻസ് അത് തയ്യാറായിട്ടില്ല. ട്രംപ് അത് തയ്യാറായിട്ടില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഫണ്ട് അംഗീകരിക്കാതെ പോയത്. ഇത് 100 പേരടങ്ങുന്ന സെനറ്റിൽ ഒരു 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ കിട്ടുകയായിരുന്നെങ്കിൽ ഈ ബില്ല് പാസ്സാക്കി എടുക്കാനാകുമായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ സംഭവിക്കുന്നത്. 1900 ചരിത്രം തന്നെ നമുക്ക് പരിശോധിക്കാം. ഒരാഴ്ചയിൽ കൂടുതൽ ഈ സമരം നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ അപ്പോഴാണ് ഇത് ഭീഷണിയാകുക. മുൻപ് 438 ഗവൺമെൻറ് ഏജൻസികൾക്കാണ് ഒക്ടോബർ 1 മുൻപായി പണം അനുവദിക്കേണ്ടിയിരുന്നത്. അതായത് ഈ സെനറ്റ് ബില്ല് പാസ്സാക്കിക്കൊണ്ട് 438 ഗവൺമെൻറ് ഏജൻസികൾക്ക്, അതിൽ മൃഗശാലകളുണ്ട്, ഡിഫൻസിനുണ്ട്, അങ്ങനെ വിവിധ ഏജൻസികൾക്കുണ്ട്. ഇതിൽ അവശ്യ സർവീസുകളായിട്ടുള്ള ഡിഫൻസ്, പോലീസ്, നീതിന്യായ സംവിധാനം തുടങ്ങിയവയ്ക്ക് മാത്രമാണ്, അവശ്യ സർവീസുകളുടെ മാത്രമാണ് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ബാക്കിയെല്ലാം തന്നെ അടച്ച് പൂട്ടൽ ഭീഷണി, താൽക്കാലികമായിട്ടെങ്കിലും അവർ പൈസ വരുന്നത് വരെ, ഫണ്ട് അനുവദിക്കുന്നത് വരെ അടച്ചിടുക തന്നെ ചെയ്യും. മുൻപ് സംഭവിച്ചിരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് ഇത് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത്, ദൈനംദിന ഫണ്ട് പാസ്സാക്കുക, അതായത് അമേരിക്കയിലെ ഓരോ വകുപ്പുകൾക്കും വേണ്ട ഫണ്ട് കൃത്യമായ രീതിയിൽ പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് സാധിക്കാറില്ല. അപൂർവമായി മാത്രമാണ് ആ ഫണ്ട് ബില്ല് പാസ്സാവാറ്. പക്ഷേ അതുവരെ ചെയ്യുക എന്താണ് എന്ന് വെച്ചാൽ, താൽക്കാലികമായി ഫണ്ട് അനുവദിക്കുക എന്ന ഒരു നടപടിക്രമമാണ് ഉണ്ടാവുക. താൽക്കാലികമായി ഒരു ബില്ല് പാസ്സാക്കും, ആ ബില്ലിന് പണം അനുവദിക്കും, താൽക്കാലിക പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കും. അത് തീരുമ്പോഴേക്കും പ്രശ്നം പരിഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വീണ്ടും താൽക്കാലികമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നീട് അപ്പോഴേക്കും ഒരു തീരുമാനത്തിലെത്തുക ചെയ്യും. അങ്ങനെയായിരുന്നു ഇത് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് നടന്നില്ല. ഇങ്ങനെ നടക്കാതിരുന്ന സംഭവങ്ങൾ നിരവധി തവണയുണ്ട്. ട്രംപ് അധികാരത്തിൽ ഏറിയത് മുതലുള്ള പ്രശ്നങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇതിനെ കാണണം. റിപ്പബ്ലിക്കൻസിനാണ്, അത് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിന് തന്നെയാണ് സെനറ്റിലും US പ്രതിനിധി സഭയിലും എല്ലാം ഭൂരിപക്ഷമുള്ളത്. എന്നിട്ട് പോലും ഇത് പാസ്സാക്കാനാകാതെ പോയി എന്നത് ഡെമോക്രാറ്റുകളുടെ ഭാഗത്തുനിന്ന് കുറഞ്ഞത് 7 വോട്ടെങ്കിലും കിട്ടിയാൽ മാത്രമേ സെനറ്റിൽ, 100 അംഗങ്ങളുള്ള സെനറ്റിൽ ഈ ഫണ്ട് ചിലവഴിക്കാനുള്ള നിയമം പാസ്സാക്കാനാകുമായിരുന്നുള്ളൂ. അത് നേടാനായില്ല. ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഉടലെടുക്കില്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഇത്തരത്തിൽ അമേരിക്ക ഷട്ട് ഡൗണിലേക്ക് പോയിട്ടുണ്ട്. 1981 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 14 തവണ ഇത്തരം ഷട്ട് ഡൗണുകൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. പലതും 1-2 ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതായിരുന്നു. എന്നാൽ ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഷട്ട് ഡൗണിന് അമേരിക്ക സാക്ഷ്യം വഹിച്ചത്. അന്ന് 35 ദിവസമാണ് അമേരിക്ക ഷട്ട് ഡൗണായി പോയത്. 35 ദിവസം നീണ്ടുനിന്ന ഷട്ട് ഡൗണിനൊടുവിലാണ് ഇത് പിന്മാറ്റപ്പെട്ടത്. അത്രയും നീണ്ടുനിന്ന സമരം വന്നപ്പോൾ അന്ന് 8 ലക്ഷം ജീവനക്കാരാണ് സഫർ ചെയ്തത്. ഒരു മാസത്തെ ശമ്പളം കിട്ടാതെ വരിക എത്രത്തോളം ബുദ്ധിമുട്ട്, ശമ്പളമില്ലാതെ അവധിയിൽ പോകേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ ഊഹിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ സമരം, ഈ ഷട്ട് ഡൗൺ ഒരാഴ്ച നീളുകയാണ് എങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെയാകും. അങ്ങനെ വരുമ്പോഴെല്ലാം തന്നെ അവരുടെ ജീവിതം ദുരിതത്തിലാകും. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ആ ദുരിതം കൂടുകയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ തവണ 35 ദിവസത്തോളം നീണ്ടുന്ന ട്രംപിൻ്റെ ഭരണകാലത്ത് തന്നെ നീണ്ടുനിന്ന സമരത്തിന് ഷട്ട് ഡൗണിൻ്റെ സമയത്ത് അദ്ദേഹം ചില സ്ഥാപനങ്ങളെല്ലാം തന്നെ 65ഓളം
പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. 65 സൂ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അവിടെ ജീവനക്കാർ തുലോമായിരുന്നു. അങ്ങനെ ജീവനക്കാർ ഇല്ലാതെ വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വൃത്തിയാക്കുക എന്ന പ്രവർത്തനം ഉണ്ടായില്ല. അങ്ങനെ വലിയ തോതിൽ മാലിന്യം അടിയുകയും സൂവിൻ്റെ എല്ലാം പ്രവർത്തനം താളം തെറ്റുകയും ചെയ്തിരുന്നു. അന്ന് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ അന്ന് അമേരിക്കയ്ക്ക് വലിയ നഷ്ടം കൂടെ സംഭവിച്ചിരുന്നു. അമേരിക്കയ്ക്ക് അന്ന് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 3 ബില്യൺ ആയിരുന്നു. അതായത് അമേരിക്കയുടെ GDP-യുടെ 0.02%. 8 ലക്ഷം ജീവനക്കാരെ 2.2 മില്യൺ ജീവനക്കാരുള്ള സർക്കാർ ജീവനക്കാരുള്ള അമേരിക്കയിൽ അന്ന് 8 ലക്ഷം ജീവനക്കാരാണ് അന്ന് പ്രതിസന്ധിയിൽ ആയത്. ആലോചിച്ച് നോക്കൂ, 8 ലക്ഷം കേന്ദ്ര ജീവനക്കാർ പ്രതിസന്ധിയിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും, ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ അത് എത്രത്തോളം ബാധിക്കുമെന്നാണ്. ഇത്തവണയും ഇത് നീണ്ടു നിന്നാൽ വലിയ പ്രതിസന്ധിയാവും അമേരിക്കയ്ക്ക്. പ്രത്യേകിച്ചും US ഫെഡറലുമായി നിരന്തരം ട്രംപ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണത്. നമുക്കറിയാം, ഫെഡറൽ റിസർവിനോട് പലതവണ റേറ്റ് കുറയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നു. മൈഗ്രേഷനെതിരെ ട്രംപ് നടപടിയെടുക്കുന്നു. H1B1 വിസയുടെ അപേക്ഷാ ഫീസ് കുത്തനെ ഉയർത്തിക്കൊണ്ട് നാട്ടിലേക്ക് അങ്ങോട്ട് വരുന്നവരെ മൈഗ്രേഷൻ തടയുന്നു. മാത്രവുമല്ല, മറ്റ് രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടും ട്രംപ് അത്ര നല്ല സ്വരച്ചേർച്ചയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തീരുവ ചുമത്തിയിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്തി, പിന്നീട് അത് 50% ആക്കിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ ഓരോ യൂറോപ്യൻ യൂണിയൻ ആയാലും ഏത് രാഷ്ട്രത്തോടായാലും ശരി, ട്രംപ് ഇപ്പോൾ തീരുവ ചുമത്തിക്കൊണ്ട് ഒരു ട്രേഡ് വാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ആ സമയത്താണ് അമേരിക്കയിൽ ഇത്തരത്തിലൊരു സാമ്പത്തിക ഷട്ട് ഡൗൺ വരുന്നത്. അങ്ങനെ ഷട്ട് ഡൗൺ വരുമ്പോൾ അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മുഴുവനായും ബാധിക്കും. അത് ലോക വിപണിയെ തന്നെ ബാധിക്കും. അമേരിക്കയുടെ വിപണി ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഫ്ലക്ച്വേറ്റായി നിന്നിരുന്ന, വോളറ്റൈലായി നിന്നിരുന്ന ഓഹരി വിപണിയിൽ വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഷട്ട് ഡൗൺ നീങ്ങുകയാണ് എങ്കിൽ, ഇനിയും അങ്ങോട്ട് നീളുകയാണ്, പരിഹരിക്കപ്പെടാതെ നീളുകയാണ് എങ്കിൽ വലിയ തോതിൽ ഇത് അമേരിക്കൻ വിപണിയെ ബാധിക്കും. ഇത് അമേരിക്കയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഉത്തരം. ഈ പ്രശ്നം മറ്റ് രാഷ്ട്രങ്ങളെയും ബാധിക്കും, ലോകത്തെ മുഴുവൻ ബാധിക്കും. അമേരിക്കയിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, അമേരിക്കയെ ബാധിക്കുന്നത് ടൂറിസം രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാകും. അമേരിക്കയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ വരവില്ലാതെയാകും. മ്യൂസിയങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കും. മൃഗശാലകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതെല്ലാം അടഞ്ഞു കിടക്കും. അവിടെ പേരിന് മാത്രമുള്ള ജീവനക്കാർ മാത്രമാണ് ഉണ്ടാവുക. അവർക്ക് പോലും ശമ്പളം കിട്ടില്ല. ശമ്പളം കിട്ടാതിരിക്കുകയും ജോലി ചെയ്യേണ്ടി വരികയും വന്നാൽ അവർ എങ്ങനെയായിരിക്കും പണിയെടുക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പ്രതിഷേധത്തിൻ്റെ സമരങ്ങൾ അവിടെ നമുക്ക് പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ടൂറിസം രംഗത്ത് വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും. മ്യൂസിയങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ചേർന്നുകൊണ്ടാണ് അടുത്ത വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പിന് ആതിഥ്യത്തിന് ആതിഥേയരാകാൻ പോകുന്നത്. അപ്പോഴെല്ലാം അതെല്ലാം ടൂറിസത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതിനെ ബാധിക്കുന്നു വിസ പ്രോസസ്സിങ്ങിനെ കാര്യമായി തന്നെ ഇത് ബാധിക്കും. ഉദ്യോഗസ്ഥർ ഇല്ലാതാകുമ്പോൾ ഇതെല്ലാം താറുമാറാകും. അവിടെ പഠിക്കാൻ വരുന്നവർക്ക്, ജോലിക്ക് വരുന്നവർക്ക്, ടൂറിസ്റ്റുകൾക്ക്, ഇവരെല്ലാം തന്നെ വിസ ലഭ്യമാകാതെ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുക്കും. അത് അമേരിക്കയ്ക്കും മറ്റ് രാഷ്ട്രത്തിൽ നിന്ന് അങ്ങോട്ട് വരുന്ന പല ആവശ്യങ്ങൾക്ക് വരുന്നവരുണ്ടാവും. എമർജൻസി സർവീസുകൾ മാത്രമായിരിക്കും ഇനി വിസ അടിച്ചു നൽകുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഏറ്റവും അടിയന്തര സാഹചര്യം എന്താണോ അത്രയും മെഡിക്കൽ എമർജൻസിയോ അങ്ങനെ വല്ല എമർജൻസിക്ക് മാത്രമായിരിക്കും വിസ ലഭിക്കുക. അല്ലാതെ പഠിക്കാൻ പോകുന്നവർക്ക്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ അമേരിക്കയിലേക്ക് പഠിക്കാനായി പോകുന്നവരുണ്ട്, തൊഴിലെടുക്കാൻ പോകുന്നവരുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ അമേരിക്കയിൽ വിനോദസഞ്ചാരത്തിന് പോകാറുണ്ട്. ഇവരെ എല്ലാം തന്നെ വിസ ലഭിക്കാതെ അവരുടെ പദ്ധതികൾ മുഴുവൻ പാളുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും. എയർപോർട്ടിൻ്റെ പ്രവർത്തനം അത്ര സുഗമമായി നടക്കും എന്ന് പറയാൻ പറ്റില്ല. പല ജീവനക്കാരും അവധിയിൽ പോകേണ്ടി വരും. ആ സമയത്ത് അത്യാവശ്യ സർവീസായിട്ടുള്ള അവശ്യ സർവീസായി പരിഗണിക്കുന്ന എയർപോർട്ട് കൺട്രോളിംഗ് അങ്ങനെയുള്ള ജോലികൾ മാത്രമാണ്. അങ്ങനെയുള്ള ജീവനക്കാരെ നിർബന്ധമായും വരണം. പക്ഷേ ശമ്പളം ഉണ്ടാകില്ല. എയർപോർട്ടിലെ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർക്ക് നിർബന്ധിത അവധിയിൽ പോകേണ്ടതായി വരും. അവിടെ ജീവനക്കാരുടെ എണ്ണം കുറവും. അത് എയർപോർട്ടിൽ ഉണ്ടാകുന്ന തിരക്ക് കൂട്ടും. ഇപ്പോൾ തന്നെ എയർപോർട്ടിൽ വിമാന കമ്പനികളും എയർപോർട്ട് അതോറിറ്റികളും എല്ലാം തന്നെ
യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ അപ്രതീക്ഷിതമായ തിരക്ക് അനുഭവപ്പെടും, അതുകൊണ്ട് അതനുസരിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യണം എന്ന എല്ലാ മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച ട്രേഡാണ്. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകളിൽ അല്ലെങ്കിൽ വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴാൻ ഇത് കാരണമാകും. കാര്യമായ ട്രേഡ് നടക്കാൻ സാധ്യതയില്ല. കാരണം ഉദ്യോഗസ്ഥരില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കരാറുകളിലും അതുപോലെ തന്നെ ജീവനക്കാരില്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ പേപ്പർ വർക്കുകളും നടക്കുക? ഇതെല്ലാം മുടക്കുന്നത് അമേരിക്കയുടെ തന്നെ ഒരു സാധ്യതയാണ്, അമേരിക്കയുടെ ഒരു പോസിബിലിറ്റിയാണ്. അത് അമേരിക്കയെ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളെയും ബാധിക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ വ്യാപാര വ്യവസായ ബന്ധങ്ങൾ, ഇറക്കുമതി കയറ്റുമതിയെ എല്ലാം തന്നെ ഇത് ബാധിക്കും. മറ്റൊന്ന് സ്പേസ് ടെക്നോളജിയിലാണ്. നാസയിൽ പ്രവർത്തിക്കുന്നവർ അമേരിക്കയിലാണ് എങ്കിൽ കൂടി അമേരിക്കയിലെ ജീവനക്കാരുണ്ട്, മറ്റ് രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകളുമുണ്ട്. അവർക്ക് നാസയുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് അവരുടെയും സ്പേസിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കും. അത് മറ്റു രാജ്യങ്ങളുടെ സ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾ, പദ്ധതികളെയെല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും. നിക്ഷേപകരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്ന മറ്റൊരു വിഭാഗം. അമേരിക്കയിൽ നിക്ഷേപിക്കുന്ന, അമേരിക്കയിൽ IT സ്ഥാപനങ്ങളടക്കം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. അവരെയെല്ലാം തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കും. ജീവനക്കാർ ഇല്ലാതാകുമ്പോൾ അവരുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ തരത്തിലുള്ള പേപ്പർ വർക്കുകളോ അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ നടക്കില്ല. പുറമേ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ്, അമേരിക്കയിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സും പുറത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറാകില്ല. കാരണം ഓൾറെഡി അവർ പ്രതിസന്ധിയിലായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർ പുറമേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെല്ലാം പേപ്പർ വർക്കുകളും എല്ലാ തന്നെ പ്രശ്നങ്ങളും ആയി വരുമ്പോൾ നിക്ഷേപകരെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഇത് ഓഹരി വിപണിയെ വലിയ തോതിൽ പിന്നോട്ടടിക്കാനും വഴിവെക്കും. ഓഹരി വിപണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ ഒരു റെഡ് മാർക്കാണ്, ഒരു തളർച്ച ഉണ്ട്. അത് ഒന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കൂടി ഭാഗമാണ്. അമേരിക്കൻ ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ചാണ് ലോകത്തിൻ്റെ പല ഓഹരി വിപണികളും നിൽക്കുന്നത്. അമേരിക്കൻ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിരവധി പേരുണ്ട്. അവരെല്ലാം തന്നെ ഈ ഷട്ട് ഡൗൺ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ആ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ഏതൊരു ചലനവും ആഗോള വിപണിയെ ബാധിക്കും. അമേരിക്കൻ ഡോളറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമോ എന്നും ആശങ്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ അത് ലോകം മുഴുവൻ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. നമുക്കറിയാം, ഡോളറിനാണ് നമ്മൾ വിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതിസന്ധിയായി മാറും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഡാറ്റ ബ്ലാക്ക് ഔട്ടാണ്. അതായത് ഫെഡറൽ അവരുടെ ഇൻട്രസ്റ്റ് നിശ്ചയിക്കണമെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ജോബ് ഡാറ്റ, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡാറ്റയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ, പണപ്പെരുപ്പത്തിൻ്റെ റേറ്റ് അറിയണം, പണപ്പെരുപ്പത്തിൻ്റെ എല്ലാം നിരക്കറിയണം. അതിന് അവർക്ക് ഡാറ്റ വേണം. ഈ ഡാറ്റ ലഭ്യമാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറായി കിടക്കും. അവിടെയെല്ലാം തന്നെ അവശ്യ സർവീസ് അല്ല ഡാറ്റകൾ എന്നതുകൊണ്ട്, അവശ്യ സർവീസ് അല്ല ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കില്ല, ആ വകുപ്പുകൾ പ്രവർത്തിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇതും ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് ഫെഡറൽ റിസർവിനെ പ്രതികൂലമായി ബാധിക്കും. അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ട് പലിശ നിരക്ക് നിശ്ചയിക്കാനോ സാധിക്കില്ല. ഇത് ഒരു പ്രതിസന്ധിയായി നിലകൊള്ളുക തന്നെ ചെയ്യും. ഇത് അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഷട്ട് ഡൗൺ അമേരിക്കയ്ക്ക് മാത്രമാണ് എന്ന് കരുതരുത്. ലോകത്തിന് മുഴുവൻ ഒരു ഷട്ട് ഡൗണിലേക്ക്, ലോകത്തിന് മുഴുവൻ ബാധിക്കുന്നതാണ് അമേരിക്കയിലെ ഷട്ട് ഡൗൺ. അത് അധികം നീളാതിരിക്കാൻ വേണ്ടി നീടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. NTV UAE to the world.